കുഞ്ഞിനത്തോട് വരാ. ഹായ് ഗൈസ്, ജോക്കുടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു പുതിയ സ്റ്റൈൽ? രാവിലെ ഈ വിളിച്ചു കൂവുന്നത് കുറെ നേരമായില്ല. സർലേ സർലേ തോന്നിയായിരിക്കും ചേച്ചി. ഇങ്ങനെയൊന്നും തോന്നിക്കല്ലേ ചേച്ചി. പൊക്കോ, നാടകം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വിളിക്കുന്നു സർലേ സർലേ സർലേന്ന്. ആ, സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. നാടകം 2ാം ഭാഗം ആരംഭിക്കുകയായി. ആരാടാ? അയ്യോ, രണ്ട് പരിചയമുള്ള കാല്. നാട്ടുകാരെ ഓടി വരണേ, ഓടി വരണേ, ഓടി വരണേ. നാട്ടുകാരെ ഓടി വരണേ, ഇതേ രണ്ട് കാല് കിടക്കുന്നു. നാട്ടുകാരെ ഓടി വരണേ, ഓടി വരണേ, ഇതേ രണ്ട് കാല്. എല്ലാരും ഓടി വാടാ. കാക്കരശ്ശി നാടകമാണെന്ന് തോന്നുന്നു. സർലേ സർലേ തോന്നിയതായിരിക്കും. എന്റെ മോനെ, ഇത് കത്തും. അല്ലെങ്കിൽ അത് ആരെങ്കിലും വന്ന് കത്തിക്കും. 2025 ആയതോടെ വെറൈറ്റി ഒക്കെ വന്നു തുടങ്ങി. അത് എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങൾ. ഏത്? എന്റെ പേര് ബിജിമോൾ VS. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത്? മുല്ലപ്പൂ ഒന്നും ചെയ്യുന്നില്ലേ? ചാനലിന്റെ പേര് അറിയാം. അടുത്ത വീഡിയോ. ലൈലിയുടെയും മജ്നുവിന്റെയും പ്രേമം പോലും ഇവരുടെ പ്രേമത്തിന് മുന്നിൽ ഒന്ന് മാറി നിൽക്കും. നീ ഇച്ചിരി മാറി നിൽക്കാം. അത് അങ്ങനെ ഒരുത്തൻ. അതുപോലെ ഒരു പ്രേമം. അസ്സലാമു അലൈക്കും പുള്ളേ. അസ്സലാമു അലൈക്കും. നമ്മളാണ് ബനം. അതുപോലെ ഒരു പ്രേമം, യഥാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥമായ സംസാരം. ഞാനെന്തിനല്ലേ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു? ഡേയ്, നീ എന്തിനാടാ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇടുന്നേ? എന്നതാടാ വയറിളകിയാ? എന്നതാണ് പറ്റിയത്? ഡേയ്, നിങ്ങളോടും കൂടിയാ പറയുന്നേ. അവനെ കൊണ്ട് നോക്ക് കേട്ടോ. മോനെ, അത്രയൊക്കെ ഉണ്ടാ മതി. അല്ലെങ്കിൽ നിന്റെ ഇരിക്കുന്ന ഫോണൊക്കെ പറയും. ഒരു 16 എന്താ ഇതൊക്കെ? ഏതൊക്കെ? ഇത് ഭാസ്കർ അല്ലേ? ഇത് റാസ്കൽ. സംസാരത്തിലൊക്കെ ഇത്ര അഹങ്കാരം? അഹങ്കാരമല്ല, ധൈര്യം. ഇതിന്റെ പേര് ധിക്കാരെന്നോ? ധിക്കാരമല്ല, ബലം. ചോയനര ഡയലോഗിന് പറയാൻ അറിയാൻ പാടില്ല, എന്നിട്ട് പറയാം അഹങ്കാരമില്ല. അഹങ്കാരമല്ല, ധൈര്യം. ഇതിന്റെ പേര് ധിക്കാരെന്നോ? ധിക്കാരമല്ല, ബലം. നീ വെറും വൃത്തികെട്ടവനായിക്കൊണ്ടിരിക്കുക. നീ എന്തിട്ട് വൃത്തികെട്ടാനാടാ? സുമതി, ഐ ആം നോട്ട് ബാഡ്, ഐ ആം ജസ്റ്റ് റിച്ച്. കന്നഡ എങ്കിലും ഒന്ന് നേരെ വെക്കടാ വേണ്ടല്ലേ. പണമുള്ളവൻ എന്നും ഈ ലോകം വൃത്തികെട്ടവനായിട്ടേ കാണുള്ളൂ. എന്നിട്ട് നീ വൃത്തികെട്ടനാണല്ലോ. അൺഫോർച്ചുനേറ്റ്ലി നീ എന്നെ അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് വയ്യേ. നിന്റെ ഈ ഫുഡ് ബിസിനസിന് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഈ വൃത്തികെട്ടാണ് സ്പോൺസർ ചെയ്തത്. ഹാവ് സം ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ ഡിവോഴ്സ് പേപ്പർ ഇട്ടിട്ടുണ്ട്. വെച്ചാൽ കന്നഡ സിംഗല്ല പറഞ്ഞ ഡയലോഗും സിംഗല്ല. ദിസ് ഇസ് കോൾഡ് അപരാധം. കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ഡയലോഗ് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഫ്ലൈറ്റാരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. അതും വാങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞു. ഇവിടെ ഒരുത്തൻ ചവച്ചരച്ച് തിന്ന് കളഞ്ഞു. ഒരു സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ ഇത്രയും പണമോ? 12.50 പൈസ. എന്നാ പിന്നെ തുടങ്ങാം. നടത്തത്തിന് 2.50 പൈസ. കന്നഡയ്ക്ക് 3.50 പൈസ. ഷർട്ടിന് 1.5 പൈസ. റീല് 10 പൈസക്ക് കൊള്ളത്തില്ല. അടുത്ത വീഡിയോ. ആ പെൺകൊച്ച് എന്ത് രസമായിട്ടാണ് കളിക്കണേ. പക്ഷേ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും 1-2 പേര് മാത്രം അതിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാത്തിൻ്റെ ഇരിപ്പ് എക്സ്പ്രഷൻ നോക്കി. നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കൊണ്ടാണോ അതോ നിങ്ങളിത് ഏത് കോളേജാണ്? ഇങ്ങനെ ഈ കോളേജിലുള്ളവരെല്ലാം എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? ഒരാൾ കഴിവുണ്ടെന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്കുള്ള അഹങ്കാരം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. എന്താല്ലേ മലയാളികൾ.
ഇത്രയും നല്ല പെർഫോമൻസിന് ഇത്രയും തെളിഞ്ഞ ഓഡിയൻസ്. ആദ്യത്തെ പ്രാവശ്യം ഡാൻസ് ശ്രദ്ധിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റിലും ഇരിക്കുന്ന അസൂയ മൂത്തിരിക്കുന്ന ജന്തുക്കളെയാണ് ശ്രദ്ധിച്ചത്. വെറുതെ അല്ല നാട് രക്ഷപ്പെടാത്തത്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയത്തില്ല, മറ്റുള്ളവർ അംഗീകരിക്കില്ല, പിന്നെ ഇങ്ങനെ സ്വയം രക്ഷപ്പെടുന്നു. മെലീസ എന്നാണ് ആ കുട്ടിയുടെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവസാനത്തെ വീഡിയോ അല്ല, പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്കതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എന്തോ തേപ്പ് കിട്ടിയിട്ട് പോകാൻ തോന്നുന്നു, സങ്കടം കൊണ്ടാന്ന് തോന്നുന്നു. ഡേയ് എന്നടാ പണ്ണി വെച്ചിറക്കേ. ഇത് കണ്ടിട്ട് കണ്ണീര് പോലും റിവേഴ്സ് ഗിയർ ഇട്ടു. ആ രണ്ട് സൈഡ് എടുത്ത് ക്യാമറമാനെ സമ്മതിച്ചു കൊടുക്കണം. ഒലിച്ചു വന്ന കണ്ണീര് പോലും തിരിച്ചു കയറിപ്പോയി. ഇത് കണ്ടിട്ട് പിരിയല്ലട ഇവനെയൊന്നും. ഇവനെയൊക്കെ പിരിഞ്ഞിരിക്കാൻ പോലും പറ്റത്തില്ല. ആരടാ പടച്ചു വിടുന്നേ? ഒടിയൻ ലാലേട്ടൻ. ലാലേട്ടനല്ലേ അത്? ഒടിയൻ മാണിക്കനല്ലേ അത്? കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഒടിയൻ പാട്ട് പാടാൻ തുടങ്ങി. ഒടിയന്റെ പാട്ടെന്ന് കേട്ടോ. എത്രയോ ഇടിയും മിന്നലും പാഴായി പോകുന്നു. ഒന്ന് മിന്നടാ. മണിയൊടിയൻ മാണിക്കനാണ്. ഇമാതിരി തന്തയില്ലാത്തരൊന്നും കാണിക്കരുത് കേട്ടോ. എന്റെ പൊന്ന് മാണിക്ക, ഇങ്ങനെയൊന്നും അല്ലടാ പാട്ട് പാടേണ്ട രീതി പാട്. ഇതുപോലെ ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽ തണ്ടിൽ പാടാം പതിയേ ഹോ, നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാട്ടിൽ പാടാം നിനക്കായി. ഓ ഒരു കാതൽ കാറ്റായി മെല്ലെ കാതിൽ ചൊല്ലാമോ, ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടാമോ, കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം, അമ്പിളിമാനത്തന്തിനെല്ലാവേ പോലെ, ഒരു കുമ്പിളി നിറയെ കൂവളമൊട്ടുകൾ കോർത്തുമെടഞ്ഞതു മീട്ടാം, കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം, പറയാനോരോ കഥയുണ്ട് അറിയാൻ കൂടെ പോരാമോ. അരുൺ തോമസ് എന്നാണ് പേര്. നിങ്ങൾ ആദ്യം വിചാരിച്ചു നല്ല കൂറപ്പാട്ടായി പോകുമായിരിക്കുന്നു, പക്ഷെ നന്നായിട്ട് പാടി എന്നാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്. സോ ഇങ്ങനെയൊക്കെയാണ് പാടേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളോട് തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.